CPM തുടരുന്ന നയത്തിനെതിരായിട്ടുള്ള വിധി, ആ നയം തിരുത്തുമോ? CPM നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടുകൾ തിരുത്തുമോ? അവരുടെയെല്ലാം ഭാഷ തിരുത്തുമോ? അവരുടെയെല്ലാം ശരീരഭാഷ തിരുത്തുമോ? ഇതാ ജനങ്ങൾ ചോദിക്കുന്നത്. വിനയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ നേതൃത്വം തയ്യാറാകുമോ എന്നാണ് എന്നോടൊക്കെ ചോദിക്കുന്നത്. അതാണ് ഇനി അവർ പുനഃപരിശോധിക്കേണ്ടത്. ആര് തെറ്റ് തിരുത്തിയിട്ട്? CPM തെറ്റ് തിരുത്തിയാലല്ലേ? CPM പല ഘട്ടത്തിലും തെറ്റ് തിരുത്തൽ ചർച്ചകൾ നടക്കും. അത് വെറും ഒരു അധര വ്യായാമം മാത്രമാണ്. ഒരാളും അതിൻ്റെ പേരിൽ തെറ്റ് തിരുത്തിയ അനുഭവം എനിക്കില്ല. മേലെയൊന്നുമില്ല, താഴെയൊന്നുമില്ല. പിന്നെ അതിങ്ങനെ ഒരു ചടങ്ങായി എല്ലാ കാലത്തും നടക്കും. ഇപ്പോൾ ആ ചടങ്ങ് നടക്കും. ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റ് തിരുത്താൻ വേണ്ടി ഒരു ചർച്ചയും റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. ഒരാളും തെറ്റ് തിരുത്താൻ പോലില്ല. വെറും പറച്ചിൽ മാത്രമാണ്. ഇത്രയുള്ള അനുഭവം പാർട്ടി ഒരു തെറ്റും തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. PV അൻവറെ ഞാൻ കണ്ടിട്ടുമില്ല. PV അൻവർ എന്നെ കണ്ടിട്ടുമില്ല. എന്നെ കാണാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കാണാൻ വേണ്ടി തയ്യാറില്ല. കാരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞാനിപ്പോൾ UDFൻ്റെ ഭാഗമായിട്ടുള്ള MLA ആണ്. UDFൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അല്ല, എനിക്ക് ഒരു യോജിപ്പില്ല. കാരണം അതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ കാണാൻ താല്പര്യപ്പെട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. കാരണം ഏതൊരു പാർട്ടിക്കും തിരിച്ചടിയും കാര്യം തിരുത്തുക എന്നുള്ളതേ വിഷയമുള്ളൂ. പാർട്ടികൾ തിരുത്താൻ തയ്യാറുണ്ടോ? ആ തിരുത്താൽ ആ പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞേക്കാം. അതൊന്നും നമ്മളെ വിഷയമല്ല. അത് തിരുത്തുമെങ്കിൽ തിരുത്തട്ടെ, അവർക്ക് വേണമെങ്കിൽ. പക്ഷേ ഇത്രയുള്ള എൻ്റെ അനുഭവം ആ പാർട്ടി തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. തിരുത്താൻ തയ്യാറില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ധാർഷ്ട്യവും ഞങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങളെല്ലാം അനുസരിച്ചോളണം എന്ന നിലപാടുവാണെങ്കിൽ ആ പാർട്ടി രക്ഷപ്പെടാൻ പോകില്ല. പിണറായി വിജയൻ തോൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് മാത്രമല്ല, നമ്മളെ DC പ്രസിഡന്റ് വിഷമം ഉണ്ടാവില്ലേ? പിണറായി വിജയൻ തോൽക്കുന്നു പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമുണ്ടാവും. കാരണം എന്താ അറിയോ, 10 കൊല്ലം മുഖ്യമന്ത്രി ആയതാണ് തോക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവും. ആ ഞെട്ടൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതല്ലാതെ പിണറായി വിജയൻ തോൽക്കുന്നത് ജയിക്കുന്നത് ഇപ്പം എൻ്റെ വിഷയമല്ല. പിണറായി വിജയൻ ജയിക്കരുതാണല്ലോ UDF കരുതുക. പക്ഷേ 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്ന ആൾ, അത് പിണറായി ആവട്ടെ വേറൊരാളാവട്ടെ, അവർ തോൽവിയെ നേരിടുന്നു എന്ന് പറയുമ്പോൾ ഞെട്ടലുണ്ടാവും. ഇതിവിടുത്തെ എന്താണ് മനസ്സിലായില്ല? അതാ പറഞ്ഞത്. ഞാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ആർക്കും ജീവിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും നേതൃത്വം തരികയോ വേണ്ട. ആർക്കും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കോൺഗ്രസ്സുകാർക്കുണ്ട്. ഇപ്പോൾ ഗാന്ധിയൻ ആദർശം സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരില്ലേ? എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ ഗാന്ധിയൻ ആദർശത്തനുസരിച്ച് ജീവിക്കുന്ന എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന എത്രയോ കോൺഗ്രസ്സുകാരുണ്ട് എന്നൊന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതൊരാശയവും അവർ കൊണ്ടു നടക്കുന്നതിന് ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണ, അല്ല ഇത് ഷീട്ട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ.